ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം വളരെ സ്നേഹത്തോടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം. ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ ശനി എന്നീ 2 ഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നു, രാഹു ശുക്രൻ ബുധൻ എന്നീ 3 ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വ്യക്തിപരമായി ചിന്തിച്ചാൽ ഇവർക്ക് സുഖം സ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ കൂടിയുള്ള വരുമാനവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. സഹോദരങ്ങളെ കൊണ്ട് ഉള്ള ദോഷങ്ങൾ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതൃഗുണമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ടും അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും പുത്രഗുണവും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധി ഒഴികെ മറ്റ് പല കാര്യങ്ങളും ഇവർക്ക് നേട്ടം തന്നെയാണെന്നുള്ളത് ഈ മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് പ്രതികൂലമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിമുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. എങ്കിലും സഹോദരങ്ങൾ കൊണ്ട് ധനം വന്നു ചേരാം, സുഹൃത്തുക്കളെ കൊണ്ടും ധനം വന്നു ചേരാം, ഭൂമി കൊണ്ടും ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതൃഗുണ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സഹോദര ഗുണവും സുഹൃത്ത് ഗുണവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പെൺമക്കളെ കൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടമില്ലെങ്കിലും അനുകൂലമായ സാഹചര്യം അവരിൽ നിന്നും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു പോകുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമല്ല. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകളിൽ കൂടി ഇവരുടെ ജീവിതം കടന്നു പോകുമെങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം കൊണ്ട് ഇവരുടെ ജീവിതം ധന്യമായി തീരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ദൈവാധീനവും തുണയ്ക്കുന്നൊരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമല്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതൃഗുണം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ പക്കൽ നിന്നും ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ പിതാവിൽ നിന്നും ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഒരു പക്ഷേ പിതാവുമായിട്ടോ സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ടോ ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കണം. അവർ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേർന്നാൽ പോലും എന്തെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് അവരുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധകളാലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇവർക്ക് അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൊടുക്കുന്നില്ല എങ്കിൽ പോലും ഈ ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ചന്ദ്രൻ 2-ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. അപ്പോൾ പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഈ ജാതക ഒട്ടുമിക്ക ആൾക്കാരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് പലരും കഷ്ടതയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മെയ് മാസം 14-ന് ശേഷം ഇതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന അനുഭവമായിരിക്കും ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മെയ് 14-ന് ശേഷം മാറും. വ്യാഴം ജന്മഭാവത്തിലേക്ക് വരുമ്പോൾ നിനക്കൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖം, സ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്.
കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളായി ഒരുപക്ഷെ വന്നു ചേർന്നേക്കാം. ചിലപ്പോൾ ഭാഗ്യക്കേടുകളായിട്ട് മാറുവാനും തടസ്സപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ചിലപ്പോൾ അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള ഒരു നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഈ ജാതകർക്കാണെങ്കിലും മക്കൾക്ക് കൊടുത്ത് അവർക്ക് തൃപ്തിപ്പെടുത്തി അവരെ സഹായിക്കുവാനൊന്നും ഈ ജാതകരുടെ കൈവശവും ഇല്ലാത്തൊരു സാഹചര്യമാണെന്നും ജ്യോതിഷത്തിൽ കൂടി കാണുന്നു. രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രയാസമോ പ്രതിസന്ധിയോ അവരുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും അതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു പ്രതിസന്ധി രൂക്ഷമല്ലെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളോടുകൂടി ദാമ്പത്യ ജീവിതം കടന്നു പോകുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. എന്നാൽ ചിലരിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്നുള്ളതും സത്യമായ കാര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സ്ഥിര ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. അല്ലാത്തവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലുള്ള സമയം കൂടിയാണ് ഇപ്പോൾ. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പറയത്തക്കതായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ജാതകർക്ക് ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടം, ഭൂമി വിറ്റുപോകും, പക്ഷേങ്കിൽ അത് നഷ്ടപ്പെട്ടായിരിക്കും വിറ്റുപോകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ പറഞ്ഞ അനുഭവങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ഏകദിനമായ അനുകൂലമായ ഒരു ദിവസമാകണമെന്നില്ല ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കാര്യമായ അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഭൂമി കൊണ്ടുള്ള ലാഭം, ഭൂമി കൊണ്ടുള്ള ധനനേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഈ ജാതകരുടെ ജീവിതത്തിൽ നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ്. 12ാം ഭാവാധിപൻ 12ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ജാതകർക്ക് ഭൂമി വിറ്റ് പോകുവാനും ഭൂമിയിൽ കൂടിയുള്ള ലാഭം വലിയ തരക്കേടില്ലാത്ത വിധത്തിൽ ലഭിക്കാനും സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടങ്ങളൊന്നും വലിയ ആശ്വാസമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എങ്കിലും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തെ കൊടുക്കുന്നൊരു സമയമാണെന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രതിസന്ധിയൊന്നും ഇപ്പോൾ ഇല്ല. ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെ പോകുന്നു. 7ാം ഭാവത്തിൻ്റെ അധിപൻ മൗഢ്യനായിട്ട് നിൽക്കുന്നു. പക്ഷെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ പിണക്കോ ശത്രുതയൊന്നും ഇല്ലെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാവും. 7ൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുറവ് വരുമെന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. വഴക്കൊന്നും ഇല്ലെങ്കിൽ പോലും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുറവ് വരുമെന്നാണ് ജ്യോതിഷാഭിപ്രായം. 7ൽ സൂര്യൻ നിന്നാൽ ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചോളം അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു, അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു, അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു എന്നിങ്ങനെ ഉള്ള ഈ ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യ ജീവിതവുമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നേട്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നു അതുപ്രകാരമായിരിക്കും അനുഭവം വന്നു ചേരുക. ചിലർക്ക് നേട്ടമായിരിക്കും, ചിലർക്ക് കോട്ടമായിരിക്കും. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്താവിനെ കൊണ്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് ചിലർക്ക് നേട്ടമായിരിക്കും, ചിലർക്ക് കോട്ടമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഭൂമി സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. രാജയോഗം ചെയ്തു പലരും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളുമായിട്ട് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ഏത് കാര്യവും തൻ്റെ ഇടത്തോടു കൂടി ചെയ്യും. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനോഭാവത്തോടു കൂടി, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്നൊരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ചിലർക്ക് അതൊക്കെ പിന്നീട് ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു വിഷയമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊന്നും അവർക്ക് വേണ്ട വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ചെറിയ രീതിയിലുള്ളൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ രാഹുവുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ രാഹു 7ൽ നിൽക്കുന്നതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം മാതാവിനെ കൊണ്ടുള്ള നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സാഹസികമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, തൻ്റെ അടുത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഈ ജാതകരിൽ അനുഭവപ്പെടുക. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പിന്നീട് ആ നേട്ടമൊക്കെ ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സമ്മിശ്രമായ രീതിയിലുള്ള അനുഭവമായിരിക്കും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുക. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സമ്മിശ്രമായ, പൂർണ്ണമായിട്ടും ലാഭകരമായിട്ടുള്ള അനുഭവങ്ങൾ ആകണമെന്നില്ല. സമ്മിശ്രമായ ഗുണവും ദോഷവും ചേർന്ന അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ സുഖസ്വസ്ഥതേകന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ സൗഭാഗ്യമായ രീതിയിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടമൊന്നും അവർക്ക് അനുഭവപ്പെടുന്നൊരു ദിവസമല്ല. അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുത്രദുഃഖം ചിലർ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകൾ വന്നു ചേരുവാനും സ്ത്രീകൾ മുഖേന അപവാദം കേൾക്കുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയും ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണയ്ക്കുകയും കുടുംബത്തിൻ്റെയും ധനസ്ഥിതി മെച്ചമാകുകയും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. മാതൃഗുണവും ഇവർക്ക് അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ചോളം ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം. പക്ഷെങ്കിൽ അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള പരാജയത്തിൽ കൂടി അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനത്തിൻ്റെ അനാവശ്യമായിട്ട് ചിലവ് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അതിൽ കൂടിയുള്ള ധനപരവും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടവും ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള നേട്ടവും മാതാവ് മുഖേനയുള്ള നേട്ടവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു. പക്ഷെങ്കിൽ ബുദ്ധിപരമായ പരാജയം കൊണ്ട് ധനത്തിൻ്റെ അമിതമായ ചിലവുണ്ടായി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മുഖേന അപവാദം കേൾക്കുവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിച്ചാൽ സുഖം, സ്വസ്ഥത, ദേഹന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് ലഭ്യമാകുന്ന ഒരു ദിവസമല്ല ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമോ പ്രതീക്ഷയോ ഒന്നും അർപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ കാര്യവിജയത്തിനായിട്ട് ഇവർ ഉപകരിച്ചാൽ അത് ചിലപ്പോൾ നഷ്ടത്തിൽ അവസാനിക്കാം, ചിലപ്പോൾ നേട്ടമായിരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചും ആലോചിച്ചും വേണം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ സ്വീകരിക്കുവാൻ. രോഗം, ശത്രുത, കടബാധ്യത, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും 7-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക ജാതകരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു നിശ്ചിത പ്രായത്തിൽ താഴെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവം തുണയ്ക്കുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ളൊരു വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരുന്നില്ല. എങ്കിലും തരക്കേടില്ലാത്ത തൊഴിൽ സാഹചര്യം ഇവർക്ക് വന്ന് നിൽക്കുന്നു, അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. ലാഭകരമായ അനുഭവങ്ങൾ വലിയ നേട്ടത്തെ ഒന്നും തരുന്നില്ല എങ്കിൽ പോലും വലിയ നഷ്ടമൊന്നും വന്നു ചേരാതെ കടന്നു പോകുന്നു. ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്ന ഈ വൃശ്ചികക്കൂറുകാർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ജാതകർ ഇവർക്ക് തന്നെ ദോഷം വരുത്തി വയ്ക്കുകയും ഒരു 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ വലിയ ദോഷമില്ലാതെ കടന്നു പോകുന്നു എന്നുള്ളതും പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നു. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 7-ൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ്. 7-ൽ ചൊവ്വ നിൽക്കുന്നു, 6-ൽ വ്യാഴം നിൽക്കുന്നു. അതുപോലെ തന്നെ 8-ൽ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ഈ ഗ്രഹസ്ഥിതി ഒന്ന് തിരിഞ്ഞായിരുന്നെങ്കിലോ, ഈ ഗ്രഹസ്ഥിതി തിരിഞ്ഞു വരികയായിരുന്നെങ്കിൽ, അതായത് 7-ൽ വ്യാഴം നിൽക്കുന്നു, 6-ൽ ചൊവ്വ നിൽക്കുന്നു, അതുപോലെ തന്നെ ചന്ദ്രൻ ഇവർക്ക് 7 നിൽക്കുകയും കൂടെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ ധനുക്കൂറുകാരുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ രാജകീയമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നുപോയേനെ. പക്ഷെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് 6-ൽ വ്യാഴം, 7-ൽ ചൊവ്വ, 8-ൽ ചന്ദ്രൻ. 8-ലെ ചന്ദ്രനെ കൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല. കാരണം 8-ൽ ചന്ദ്രൻ നിന്നാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. കറുത്തപക്ഷ ചന്ദ്രനാണെങ്കിൽ മാരകമായ രോഗങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ വന്നു ചേരാം. പക്ഷെങ്കിൽ ഇവിടെ ബലമുള്ള ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളോ ആപത്തനർത്ഥങ്ങളോ ഒന്നും വന്നു ചേരത്തില്ല. മറിച്ച് എന്താണ് സ്ഥിതി വന്നു ചേരുക, ഇവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ജാതകരെ സംബന്ധിച്ചോളം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ 8-ലെ ചന്ദ്രൻ ഇവർക്ക് വേറൊരു നേട്ടത്തെ കൊടുക്കുന്നുണ്ട്. വലിയ അധ്വാനമില്ലാതെ തൊഴിലിൽ നിന്നും വരുമാനം കിട്ടുവാനുള്ള ഒരു സാധ്യതയെ കൊടുക്കുന്നുണ്ട്. അതും ഒരു പ്രത്യേകതയായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടം എന്ന് പറയാൻ ഇവരുടെ മക്കൾക്ക്
നേട്ടം വന്നിരുന്ന ദിവസമാണ്. ഇവരുടെ മക്കളെ സംബന്ധിച്ച് അവർക്ക് നേട്ടം വന്നിരുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും തൊഴിൽഗുണവും ഒക്കെ മക്കൾക്ക് അനുഭവത്തിൽ വന്നിരുന്നു. പക്ഷേ ഈ ജാതകരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. തൊഴിലിൽ കൂടി വലിയ അധ്വാനമില്ലാതെ ധനം വന്നു ചേരുവാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ സാഹചര്യം വന്നു ചേരുന്നു. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ദോഷം ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവരെ സഹായിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വലിയ മെച്ചമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് ഈ ജാതകരിൽ അനുഭവപ്പെടുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല. നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാമെങ്കിലും ചിലർക്കൊക്കെ സ്ത്രീകൾ മുഖേന ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ വന്നു ചേരാം. പക്ഷേ ഞങ്ങൾ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന കാര്യം ഇവരുടെ മക്കളുടെ കാര്യത്തിലാണ്. മക്കൾക്ക് ജോലി കിട്ടാനും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുവാനും അനുകൂലമായൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ജാതകരെ സംബന്ധിച്ച് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാലുന്ന ആളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ചൊവ്വയെ മറ്റൊരു ശുഭഗ്രഹം വീക്ഷിച്ചാൽ ആ പ്രശ്നം തീരുന്നതിനെയും, പക്ഷെങ്കിൽ അങ്ങനെ ഒരു ശുഭഗ്രഹം വീക്ഷിക്കുന്ന ഗ്രഹനിലയല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ശത്രുക്കളൊന്നും ഇവർക്ക് നേരെ വരാത്തൊരു ദിവസമായിരിക്കും. ശത്രുതയൊന്നും വന്നു ചേരാത്തൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ചിലർക്കിത് വന്നു ചേരണമെന്നില്ല, കാരണം 2-ൽ സൂര്യനാണ് നിൽക്കുന്നത്. ചിലർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പിതാവ് മുഖേനയുള്ള ധന നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ചിലർക്ക് ഇക്കാര്യത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യവിജയം കൊണ്ടുള്ള ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനോ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യവിജയം ഉണ്ടാകാതിരിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. കാരണം 12ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 12ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഈ ജാതകർക്ക് വന്നു ചേരണമെന്നില്ല. വലിയ ലാഭമൊക്കെ പ്രതീക്ഷിച്ച് എന്തെങ്കിലും കാര്യം ചെയ്താൽ അങ്ങനെയുള്ള ഒരു നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. അതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും തരക്കേടില്ലാതെ പോകുന്നു. ദാമ്പത്യ ജീവിതം തരക്കേടില്ല, ആരോഗ്യം തരക്കേടില്ല, തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്, കുടുംബസുഖം വലിയ തരക്കേടില്ലാത്ത വിധത്തിൽ പോകുന്നു, കാര്യവിജയം ഉണ്ടാകുന്നു. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ലാഭം കൊയ്യുവാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരത്തില്ല എന്നുള്ളതാണ് മകരക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂറ്റാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം പുത്രദുഃഖം ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാര്യവിജയത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ ശത്രുത വന്നു ചേർന്ന് കാര്യപരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ കാര്യവിജയത്തിൽ എത്തിച്ചേരുമ്പോൾ ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ട്. അങ്ങനെ ശത്രുതയൊക്കെ സമ്പാദിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്ക് വന്നു ചേരുന്ന ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവത്താൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് സൂക്ഷിക്കണം. ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയൊരു നേട്ടം തന്നെ ഇവർക്ക് നിലനിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ചോളം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് ഒരു പരിധിവരെ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷമോ വലിയ നേട്ടമോ ഒന്നും വന്നു ചേരാതെ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി ചൊവ്വാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിൽ ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദോഷമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ലെങ്കിലും പുത്രന്മാരാൽ ഇവർക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരു ദിവസമാണ്. കാര്യവിജയം കൊണ്ട് ധനനേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. മാതൃഗുണ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം. പക്ഷെങ്കിൽ ഒരു വശത്ത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളോ ഭാഗ്യക്കേടുകളോ ഉണ്ടാകുവാനും കുടുംബസുഖത്തിൽ കുറവ് വരാനും സാധ്യതയുണ്ട്. എങ്കിലും ഈ ജാതകരെ സംബന്ധിച്ച് പുത്രന്മാരാലുള്ള ഗുണം
ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതൃഗുണം അനുഭവത്തിൽ വന്നു ചേരുന്നു. തന്മൂലം ഈ ജാതകർക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപക്ഷേ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമല്ല. പലരും കടമൊക്കെ വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി പോകാതെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പിതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും, പിതാവിന് രോഗം, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. തൊഴിൽ നഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം മക്കൾ മുഖേനയും ആൺമക്കൾ മുഖേനയും മാതാവ് മുഖേനയുള്ളൊരു നേട്ടം കൊണ്ട് ഇവർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ദിവസമായി ചൊവ്വാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.